നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരം. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയത് ക്ലർക്ക് PS സാജിത്ത്. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. ദില്ലിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ്. യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാസർഗോഡ് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീർ. പുന്നീർക്കുളം മണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക് സാധനങ്ങൾ, അലുമിനിയം ഡോർ എന്നിവ മോഷ്ടിച്ചു. പോലീസ് വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന് ആക്ഷേപം. വാനരശല്യത്തിൽ ദുരിതം പേറി കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ട് വളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച് വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. CCTV ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. വാർത്തകൾ വിശദമായി. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം. തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഡിഫൻഡർ എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. അമിത വേഗതയും മഴയിൽ റോഡ് നനഞ്ഞു കിടന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. മുൻപ് ഇവിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട കാറായിരുന്നു ഇത്. ഫയർഫോഴ്സും നാട്ടുകാരുമാണ് യാത്രികരെ പുറത്തെടുത്തത്. ബസ് വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുക്കാൻ സാധിച്ചത്. ബസിന്റെ മധ്യഭാഗം 2ആയി പിളർന്നു. കുറ്റിപ്പുറം, വളാഞ്ചേരി, കോട്ടക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പരിക്കേറ്റവരെ മാറ്റിയത്. കുന്നംകുളം കാണിയാമ്പാലിൽ യുവാവിനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിങ്ങോട് പാലക്കപ്പറമ്പിൽ വീട്ടിൽ 41 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. ഉറങ്ങാൻ കിടന്ന അനീഷിനെ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ തിരച്ചിലിൽ കാണിയംകുളത്തിന് സമീപം ഇയാളുടെ ചെരുപ്പും തോർത്തുമുണ്ടും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന വിവരം അറിയിച്ചു. അഗ്നിരക്ഷാ സേന സ്റ്റേഷൻ ഓഫീസർ വിജയകൃഷ്ണൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഉദ്യോഗസ്ഥരായ അൻവർ, രഞ്ജിത്ത്, പവിത്രൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള കെ-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്താണ് ക്ലർക്ക് PS സാജിത്ത് തട്ടിപ്പ് നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി. കെട്ടിട ഉടമകൾ നൽകുന്ന തുക സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം കെ-സ്മാർട്ട് ആപ്പിൽ വ്യാജ UPI ID നൽകിയാണ് ഇദ്ദേഹം ക്രമക്കേട് നടത്തിയത്. തുടർന്ന് ആപ്പിൽ നിന്നും ഔദ്യോഗിക നികുതി രസീത് ഡൗൺലോഡ് ചെയ്ത് ഉടമകൾക്ക് നൽകും. സർക്കാരിന്റെ യഥാർത്ഥ രസീത് ലഭിക്കുന്നതിനാൽ നികുതിദായകർ തട്ടിപ്പറിഞ്ഞിരുന്നില്ല. നികുതി സ്വീകരിക്കുമ്പോൾ പണം പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സാങ്കേതിക വിദ്യ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിൽ ഇല്ലാത്തത് തട്ടിപ്പ് എളുപ്പമാക്കി. ഈയിടെ ചുമതലയേറ്റ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടത്തിയ തട്ടിപ്പാണ് കണ്ടെത്തിയത്. തട്ടിപ്പ് പുറത്തായതോടെ 31 ഇടപാടുകളിലായി തട്ടിയെടുത്ത 3,76,641 രൂപ സാജിത്ത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക അക്കൗണ്ടിലേക്ക് തിരിച്ചടച്ചു. കുറ്റസമ്മതവും എത്ര തവണയായി എത്ര തുക എടുത്തു എന്ന് വിശദീകരണമുള്ള കത്തും സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്.
സ്വന്തം ഐഡിയിൽ മാത്രമല്ല സഹപ്രവർത്തകരുടെ ഐഡിയിൽ ലോഗിൻ ചെയ്തും സാജിത്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയും ഭരണസമിതിയും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ വകുപ്പിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പരിശോധന നടത്തി. കഴിഞ്ഞ 4 വർഷമായി സാജിത്ത് കടവല്ലൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിലും നടപ്പു സാമ്പത്തിക വർഷത്തിലും സമാനമായ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സംഭവം സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയ യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീറിനെയാണ് SHO വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. താമരൂർ നന്ദനം ഹെറിറ്റേജിൽ ഒല്ലൂക്കാരൻ ഫെലിക്സ് ആന്റണിയുടെ പരാതിയിലാണ് അറസ്റ്റ്. 2024 കേസിനാസ്പദമായ സംഭവം. കുറഞ്ഞ വിലയിൽ 3 ഇന്നോവ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 22 ലക്ഷം രൂപയാണ് തൻസീർ ഫെലിക്സ് ആന്റണിയിൽ നിന്ന് കൈക്കലാക്കിയത്. തുടർന്ന് ഒരു കാർ മാത്രം നൽകി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാന രീതിയിൽ നിരവധി പരാതികൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. SI-മാരായ CK ഷാജു, MB പ്രേമൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉയർന്നു വന്ന ശക്തമായ വിദ്യാർത്ഥി യുവജന സമരങ്ങൾക്ക് മുന്നിൽ വഴങ്ങി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് AISF, AYF സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ മധുര വിതരണവും വിജയാഘോഷവും നടന്നു. നീറ്റ് പരീക്ഷാ തട്ടിപ്പുകൾക്കും കേന്ദ്ര നയങ്ങൾക്കുമെതിരെ നേടിയ ഈ സമരവിജയത്തിൽ പങ്കുചേർന്ന് നഗരമധ്യത്തിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തത് കൗതുകത്തോടെയാണ് നാട്ടുകാരും യാത്രക്കാരും വീക്ഷിച്ചത്. AYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പൊട്ടക്കാരൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അഭിരാം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, AYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ VK വിനീഷ്, TP സുനിൽ, ലിനി ഷാജി എന്നിവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി. ചാവക്കാട് ഇരട്ടപ്പുഴ കണ്ണമ്മൂട് മത്തിക്കായലിന് സമീപത്ത് ചതുപ്പ് നിലത്തിൽ വെള്ളത്തിൽ ദിവസങ്ങൾ പഴക്കമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം പുഴുവരിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങിയ നിലയിലാണ്. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്നയാളുടെയാണ് മൃതദേഹം. വർഷങ്ങളായി നെൽകൃഷി ഉപേക്ഷിച്ച് മണ്ണിട്ട് തെങ്ങ് വെച്ച പഴയ പാടശേഖരത്തിലെ ആളൊഴിഞ്ഞ ഭാഗത്തെ അഴുക്കുവെള്ളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജനവാസവും വീടുകളുമില്ലാത്ത മേഖലയാണ് ഇത്. വിവരമറിഞ്ഞ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. മരിച്ചയാളെ തിരിച്ചറിയാൻ വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ബാലസംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി നഗരത്തിൽ മധുര വിതരണം നടത്തി. പ്രകടനത്തിനും മധുര വിതരണത്തിനും ബാലസംഘം ഏരിയ പ്രസിഡന്റ് KV ആദിത്യൻ, സെക്രട്ടറി ഭാഗ്യ, കോർഡിനേറ്റർ ഷെബീർ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നീലിമ, വിനയ, മാളവിക, ഇർഷാദ്, അഭിജിത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. പുന്നൂർക്കുളം മണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, അലുമിനിയം ഡോർ എന്നിവ മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം മാനത്തുപറമ്പിൽ KE ഉസ്മാന്റെ വീട്ടിലാണ് സംഘം മോഷണം നടത്തിയത്. വീട്ടുകാർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന നട്ടുച്ച നേരത്തായിരുന്നു സംഭവം. മോഷണം നടത്താൻ ഇവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പഴയ സാധനങ്ങളും ആക്രിയും വാങ്ങാൻ എന്ന വ്യാജേനയാണ് പ്രദേശത്തെ വീടുകളിൽ ഇവർ എത്തുന്നത്. തുടർന്ന് വീട്ടുകാരുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ കവരുകയാണ് രീതി. മോഷ്ടിക്കുന്ന സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് സഹായികളായി നാടോടി വിഭാഗത്തിൽപ്പെട്ട യുവാക്കളും വാഹനങ്ങളുമായി എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മുമ്പും ഇവിടെ വീടുകളിൽ സമാന രീതിയിൽ മോഷണശ്രമങ്ങൾ നടന്നിരുന്നു. ആളില്ലാത്ത സമയം നോക്കിയും ഇത്തരം സംഘങ്ങൾ എത്തുന്നതായി പരാതിയുണ്ട്. സംഭവം ഉണ്ടായ ഉടൻ വാർഡ് മെമ്പർ KH ആബിദ് വടക്കേക്കാട് പോലീസിൽ വിളിച്ച് പരാതി പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ അന്വേഷണമോ നടപടിയോ ഉണ്ടായില്ല എന്ന ആക്ഷേപമുണ്ട്. പിന്നീട് ഈ സംഘത്തെ വെളിയങ്കോട് വെച്ച് നാട്ടുകാർ പിടികൂടി പെരുമ്പടപ്പ് പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും താക്കീത് ചെയ്ത് വിട്ടയച്ചതായി പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയത്വമാണ് ഇത്തരം നാടോടി സംഘങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്തെ തുടർച്ചയായ മോഷണങ്ങളിൽ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ.
ആളൂരിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച അപകടം. യാത്രികരായ ദമ്പതികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളൂർ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. മറ്റം ഭാഗത്ത് നിന്ന് കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഏനമാവ് കെട്ടുങ്ങൽ സ്വദേശികളായ ദമ്പതികളാണ് കാറിലുണ്ടായിരുന്നത്. കേച്ചേരി ഭാഗത്ത് നിന്ന് മറ്റം ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കാറിനെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ മറികടക്കാൻ ശ്രമിച്ചതാണ് സംഭവത്തിന് കാരണം. സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ ദമ്പതികൾ സഞ്ചരിച്ച കാർ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കോൺക്രീറ്റ് ഭിത്തിയിലും തൊട്ടടുത്തുള്ള മരത്തിലും ഇടിച്ചു. അപകടമുണ്ടാക്കിയ ശേഷം സ്കൂട്ടർ നിർത്താതെ പോയി. സമീപത്തെ താഴ്ചയുള്ള റോഡിലേക്ക് കാർ മറിയാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ദമ്പതികൾക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. വാനരശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന സ്ഥിതിയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങു ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകൾ ഇളക്കി താഴെയിടും. അകത്തു കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. വീടിൻ്റെ മുകളിൽ കയറി കളിക്കലും വീട് പൊന്തിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറി പെരക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവാണ്. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർപ്പാക്കിയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങുശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളം മേലെ കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും ഈ വിയോപ്പിട്ടാത്ത തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത കൃഷ്ണൻകുട്ടി ജീവൻ പണയം വെച്ചാണ് നിലം പൊത്താറായ വീട്ടിൽ അന്തി ഉറങ്ങുന്നത്. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു. ആരോഹൺ എന്ന പേരിൽ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെ ബിൻസി ഉദ്ഘാടനം ചെയ്തു. ലഫ്റ്റനന്റ് TJ മിനി അധ്യക്ഷയായി. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികരുടെ സ്മരണയ്ക്കായി NCC കേഡറ്റുകളും കോളേജ് വിദ്യാർത്ഥിനികളും പുഷ്പാർച്ചന നടത്തി. ദേശസ്നേഹം സന്ദേശം പകർന്നു നൽകുന്ന മനോഹരമായ രംഗോലിയും ഒരുക്കി. തുടർന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ വിരലടയാളം പതിപ്പിച്ച് രാജ്യത്തോടുള്ള ഐക്യവും പ്രതിബദ്ധതയും പ്രകടമാക്കുന്ന പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ അനശ്വരായം സംസാരിച്ചു. കണിപ്പയൂർ ഉബയൂർ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വർഷം തോറും നടത്തിവരാറുള്ള ആനയൂട്ടും വിശേഷാൽ ചടങ്ങുകളും നടന്നു. തട്ടകത്തിലെ 100 ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധക്കഞ്ഞി വിതരണം തുടങ്ങിയ പ്രധാന ചടങ്ങുകൾ ആഘോഷപൂർവ്വം പൂർത്തിയാക്കിയത്. നാടിനും വീടിനും ഐശ്വര്യവും വിഘ്നനിവാരണവും തേടി പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ പ്രത്യേക മഹാഗണപതി ഹോമം ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ആനയൂട്ട് ചടങ്ങിൽ കുട്ടികളടക്കം നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടെ ശർക്കര, പഴം, ചോറ് എന്നിവ ഗജവീരൻ നാണുഎഴുത്തച്ഛൻ ശങ്കരനാരായണന് നൽകി ഭക്തജനങ്ങൾ അനുഗ്രഹം തേടി. പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി മഹേഷ് അയ്യർ എന്നിവർ മുഖ്യ കാർമ്മികരായി. കർക്കിടക മാസത്തിലെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തയ്യാറാക്കിയ വിശേഷാൽ ഔഷധക്കഞ്ഞിയും ചടങ്ങിനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കുമായി വിതരണവുമുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ മേനോൻ, സെക്രട്ടറി MR നിമിലാകരൻ, വൈസ് പ്രസിഡന്റ് KV ഹരിദാസ്, ട്രഷറർ K ശിവദാസൻ തുടങ്ങിയവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. CPIM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നവമണലൂർ കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. മില്ലുംപടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ജാബിറ ഷിഹാസ് അധ്യക്ഷയായി.
CJ ബേബി, TE ജെയിംസ് എന്നിവർ സംസാരിച്ചു. CJ ബേബി ചെയർമാനും TE ജെയിംസ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ആഗസ്റ്റ് 2-ന് കാർബൺ ന്യൂട്രൽ മണലൂർ എന്ന വിഷയത്തിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പങ്കെടുക്കുന്ന സെമിനാറും ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി വഴിയോരങ്ങളിൽ വൈവിധ്യമാർന്ന മാവുകൾ നടിയിലും അശോക ഉദ്യാന നിർമ്മാണത്തിന്റെ ഭാഗമായി ഔഷധ മൂല്യമുള്ള അശോക മരങ്ങൾ നടുന്ന ചടങ്ങും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പുന്നൂർക്കുളം മാറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് വികാരി ഫാദർ റിജോ വിധേയത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് പ്രസിഡന്റ് ജോഷി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഡീക്കൻ പ്രിൻസ് കിളിയാമ്പ്രയിൽ, പള്ളി ട്രസ്റ്റി CA ബോസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഷൈനി ജോൺസൺ എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. ചിറനല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന ക്യാമ്പ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെസ്സി ജോസഫ്, സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, പ്രധാന അധ്യാപകൻ KP ജോസഫ്, PTA പ്രസിഡന്റ് സുനിത ഷിജു, റഷീന, PV വിൻസി, ലിൻഡ ഡെൽഹർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 150ഓളം പേർ പങ്കെടുത്തു. കുന്നംകുളം ചേരളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാലിപ്പറമ്പ് സ്മാരക കുരിശുപള്ളിയുടെ പെരുന്നാൾ ആഘോഷം സമാപിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവയുണ്ടായി. ഞായറാഴ്ച പ്രഭാത നമസ്കാരം, വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. വികാരി ഫാദർ VM സാമുവൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വേൾഡ് കപ്പ് പ്രവചന മത്സരത്തിന്റെ സമ്മാനദാനം ക്ലബ് ഓഫീസിൽ നടന്നു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായി. 37-ാം വാർഡ് കൗൺസിലർ ഷീന റാഫേൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലാസർ വാഗയിൽ, സെക്രട്ടറി CJ ജോഷി, കൺവീനർ സിജോ ചീരൻ, OT വിൻസെന്റ്, CM മാത്യൂസ്, പുഷ്പ രാജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ പ്രിൻഡോ, സാറ്റിൻ ലാസർ, ജെയ്സൺ ജോസ് എന്നിവർക്കുള്ള സമ്മാനങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായി ദൃശ്യ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ നിറക്കൂട്ട് എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന മത്സരം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം R ജയകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രതി ജനാർദ്ദനൻ, സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഡോക്ടർ A ഹരിനാരായണൻ, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ VK സന്തോഷ്, ദൃശ്യ ഭാരവാഹികളായ R രവികുമാർ, അരവിന്ദൻ പല്ലത്ത് എന്നിവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലായി 600ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് 1ാം സമ്മാനമായി 3000 രൂപയും 2ാം സമ്മാനമായി 2000 രൂപയും 3ാം സമ്മാനമായി 1000 രൂപയും സർട്ടിഫിക്കറ്റും നൽകും. ഓഗസ്റ്റ് 9 ഞായറാഴ്ച രുക്മിണി റിജൻസിയിൽ നടക്കുന്ന ചടങ്ങിലാണ് സമ്മാന വിതരണം നടക്കുക. പുതുശ്ശേരി ശ്രീ അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയനൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്. തുടർന്ന് നടന്ന ആനയൂട്ടിൽ കുട്ടൻകുളങ്ങര അർജുനൻ, നാണുഎഴുത്തച്ഛൻ ശ്രീനിവാസൻ, തൊട്ടേക്കാട്ട് കുഞ്ഞലക്ഷ്മി എന്നീ ആനകൾ പങ്കെടുത്തു. ഗജപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയനൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി പട്ല ഇല്ലത്ത് രമേശ് ഭട്ട് എന്നിവർ ആദ്യ ഉരുള നൽകിയതോടുകൂടിയാണ് ആനയൂട്ട് ആരംഭിച്ചത്. തുടർന്ന് ഭക്തജനങ്ങൾ വിവിധ പഴങ്ങളും ചോറുരുളകളും ആനകൾക്ക് നൽകി. 9:30 മുതൽ ഒറ്റപ്പാലം ഹരിയുടെ മേളപ്രമാണത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ 2026-2027 വർഷത്തെ ഡയറി പ്രകാശനം നടന്നു. പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേമനാഥ് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2026-2027 വർഷത്തെ പ്രദേശത്തെ പ്രധാന ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും വിവരങ്ങൾ അടങ്ങിയതാണ് ഈ ഡയറി. ചടങ്ങിൽ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, KV രാമകൃഷ്ണൻ,
ശങ്കരനാരായണൻ നമ്പൂതിരി, പ്രജീഷ്, സുരേഷ് കുമാർ, ബിനീഷ് പുതുശ്ശേരി, കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൊല്ലത്തെ 2026-27 കൊല്ലങ്ങളിൽ ഉത്സവങ്ങൾ, പൂരങ്ങൾ, പെരുന്നാളുകൾ എല്ലാത്തിൻ്റെയും ഈ ഒരു ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ റേഞ്ച് ഓഫീസർക്ക് അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ ഡയറിയും കൈമാറുന്ന ഈ ഒരു ചടങ്ങ് ക്ഷേത്രസന്നിധിയിലെ ദേവിയുടെ മുമ്പിൽ അതിൻ്റെ കമ്മിറ്റികളായിട്ട് എല്ലാ ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു. പെരുമ്പിലാവ് KR ഇൻ ഹോട്ടലിൽ നടന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുകിട സംരംഭങ്ങളെ കോർപ്പറേറ്റ് ഭീമന്മാർ വിഴുങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബാങ്കുകൾ തമ്മിൽ സംയോജിക്കുന്നതാണ് പുതിയ കാലത്തിന്റെ പ്രത്യേകത. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് മാളുകളിൽ നിന്നാണ് ജനങ്ങൾ വാങ്ങുന്നത്. ചെറുകിട മേഖലയെ തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിൻ്റേത്. ചെറുകിട സംരംഭങ്ങളായ പ്രൈവറ്റ് ബാങ്കുകളും ഭീഷണി നേരിടുന്ന സാഹചര്യമാണുള്ളതെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. സഭ തന്നെ കൂടി നടത്തുന്ന ജില്ലകളിലൊന്ന് തൃശ്ശൂരാണ്. വിശ്വസനീയമായ ഒരുപാട് സ്ഥാപനങ്ങൾ. ഒരുപക്ഷെ കേരളത്തിലെ നിരവധി ബാങ്കുകളുടെ ആദ്യകാല ബാങ്കുകളുടെ തലസ്ഥാനം തൃശ്ശൂർ ജില്ലയാണ്. ഇപ്പൊ ബാങ്കിങ് രംഗത്തൊക്കെ മാറ്റം വരികയാണ്. ബാങ്കുകളെ സംയോജിപ്പിക്കുന്ന പുതിയ നയങ്ങൾ വരികയാണ്. പ്രസിഡന്റ് ഗീതയോടും കൂടിയാണ് പറയുന്നത്. അപ്പൊ ചെറുകിട സ്ഥാപനങ്ങൾ വിഴുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങളുടെ മേഖലയിൽ മാത്രമല്ല. ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PV ഷാജി അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് PA ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി MP ഫ്രാങ്കോ വാർഷിക റിപ്പോർട്ടും ട്രഷറർ K രവീന്ദ്രൻ വാർഷിക കണക്കും അവതരിപ്പിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK ഗോപു അവാർഡ് വിതരണം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച താലൂക്ക് ഭാരവാഹികളെ സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ആദരിച്ചു. സോജൻ ജോസ് മെമ്മോറിയൽ ചാരിറ്റി ഫണ്ട് വിതരണം കുന്നംകുളം നഗരസഭാ കൗൺസിലർ ഗീതാ ശശി നിർവഹിച്ചു. ജൂബിലി മൊമെന്റോ വിതരണം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജു പുളിക്കനും, വർഗീസ് പുളിക്കൻ മെമ്മോറിയൽ വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം ജില്ലാ രക്ഷാധികാരി CA ആൻഡോയും നിർവഹിച്ചു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് AP കൃഷ്ണകുമാർ, സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാരായ PK രാജശേഖരൻ, PR പുഷ്പകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് J അനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് അരിക്കാട്ട്, കുന്നംകുളം താലൂക്ക് പ്രസിഡന്റ് CP ജോസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി EA ജോസഫ് അനുശോചന പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് തച്ചപ്പുള്ളി പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ മണി ലെൻഡിംഗ് ബിസിനസ് രംഗത്തെ സമകാലീന വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും നടന്നു. സംഘടനയുടെ ചിരകാല സ്വപ്ന സാക്ഷാത്കാരമായി തൃശൂരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റീജിയണൽ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. അന്യായമായ വൈദ്യുതി നിയന്ത്രണത്തിനെതിരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനം ഹോച്ച്മിൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് അധ്യക്ഷനായി. PS അശോകൻ സ്വാഗതം പറഞ്ഞു. KC സുനിൽ, TM ബാബുരാജ്, CG സതീശൻ, MM സുമേഷ്, KS വിഷ്ണു, മുഹമ്മദ് റിനൂസ് എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡും കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് നിർവഹിച്ചു. 1-ാം വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ സബേറ്റ വർഗീസ് സംബന്ധിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പ്രമുഖ ഡോക്ടർമാർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗവിഭാഗം, ഹൃദ്രോഗം, നാഡീരോഗം, ശിശുരോഗം, അസ്ഥിരോഗം, അർബുദരോഗം, സ്ത്രീരോഗം, ENT, ഡയറ്റീഷ്യൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ പരിശോധനകൾ സൗജന്യമായി ലഭ്യമാക്കി. ഇതിനു പുറമെ ക്യാമ്പിൽ എത്തിയവർക്കായി സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും നടത്തിയിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കായി സ്തനാർബുദം മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള ഫുൾ ഫീൽഡ് ഡിജിറ്റൽ മാമോഗ്രഫി പരിശോധനയ്ക്ക് പ്രത്യേക ഇളവുകളും ക്യാമ്പിൽ നൽകി.
2500 രൂപ നിരക്കുള്ള ഈ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 1000 രൂപയ്ക്ക് ആശുപത്രിയിൽ വെച്ച് ചെയ്തു നൽകുന്നതിനുള്ള ഡിസ്കൗണ്ട് കൂപ്പണുകളും വിതരണം ചെയ്തു. തൃശൂർ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധനയ്ക്ക് പുറമെ തിമിരം, ഗ്ലോക്കോമ, റെറ്റിന രോഗനിർണയങ്ങളും ചികിത്സാ മാർഗനിർദ്ദേശങ്ങളും നൽകി. ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിസെപ് കാർഡുള്ള രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യവും പ്രിവിലേജ് യൂറ കാർഡ് ഉടമകൾക്ക് 2 മാസത്തെ കോൺടാക്ട് ലെൻസുകളും OCT സ്കാനിങ്ങിന് പ്രത്യേക ഇളവുകളും ക്യാമ്പിലൂടെ ലഭ്യമാക്കി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്നു. എരുമപ്പെട്ടി ആറ്റത്ര CLCയുടെ ആഭിമുഖ്യത്തിൽ ആധ്യാത്മിക ആചാര്യനായ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണം സംഘടിപ്പിച്ചു. സീനിയർ CLC ആറ്റത്രയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണം പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങത്തേരി ഉദ്ഘാടനം ചെയ്തു. ബ്രദർ അൻസിൻ ആന്റണി കപ്പൂച്ചിൻ സന്ദേശം നൽകി. തൃശൂർ അതിരൂപത സീനിയർ CLC സെക്രട്ടറി AJ ജെയ്സൺ അധ്യക്ഷനായി. കോർഡിനേറ്റർ AJ സജി, പ്രസിഡന്റ് അലക്സ് CV, ഇമ്മാനുവൽ, ഷൈജു, നിമി ജെയ്സൺ, ജുവൽ ബ്രിജിറ്റ് എന്നിവർ സംസാരിച്ചു. ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 7ാം ക്ലാസ് മുതൽ ബിരുദം പഠനം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആയി നടത്തിയ ബോധവൽക്കരണത്തിന് ചിറ്റിശ്ശേരി അഗസ്റ്റിൻ ഊക്കൻ ഡയറക്ടർ സിസ്റ്റർ ജീസ് തേരസ് നേതൃത്വം നൽകി. വികാരി ഫാദർ ഡേവിസ് പനംകുളം ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ CR വർഗീസ് സ്വാഗതം പറഞ്ഞു. സോഷ്യൽ മിനിസ്ട്രി കൺവീനർ ബെസ്മി V റോബിൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KSKTU കടിക്കാട് വില്ലേജ് സമ്മേളനം മണ്ടത്തോട് VP മാമു കമ്മ്യൂണിറ്റി ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ VS അച്യുതാനന്ദൻ നഗറിൽ നടന്നു. സംഘാടക സമിതി ചെയർമാൻ AD ധനീബ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ട്രഷറർ ബിന്ദു ചന്ദ്രൻ അധ്യക്ഷയായി. KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ V താജുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണി ബാഹുലയൻ, അൻസാർ, സെലീന മൊയ്തീൻ, ബുഷറ നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനിവാസൻ നന്ദി പറഞ്ഞു. തുടർന്ന് പ്രസിഡന്റായി മണി ബാഹുലയനെയും സെക്രട്ടറിയായി ശ്രീനിവാസനെയും തെരഞ്ഞെടുത്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കരിക്കാട് കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന രാമായണ പാരായണം സമാപിച്ചു. കർക്കിടകം 1 മുതൽ ആരംഭിച്ച രാമായണ പാരായണത്തിന് ആചാര്യ വസുമതി ടീച്ചറാണ് നേതൃത്വം നൽകിയത്. സമാപനത്തിന്റെ ഭാഗമായി രാവിലെ 8:30 വിശേഷാൽ പൂജകൾക്ക് ശേഷം കാരുകുളം തണ്ടേങ്ങാട്ട് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്ര 11ഓടെ കാരുകുളം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. നേപ്പാളിൽ നടക്കുന്ന 3ാമത് വേൾഡ് മിക്സ് ബോക്സിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കരിക്കാട് അല്ലമിൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥി പങ്കെടുക്കും. 8ാം ക്ലാസ് വിദ്യാർത്ഥി KS കാശിനാഥാണ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുക. മലപ്പുറം കാലടിയിലെ കോലത്തറ പറമ്പിൽ വീട്ടിൽ ശിവദാസന്റെയും ധന്യയുടെയും മകനാണ് കാശിനാഥൻ. കാശിനാഥന് സ്കൂളിൽ ഹൃദ്യമായ യാത്രയപ്പ് നൽകി. അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഗനി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ CITU ചിറ്റാട്ടുകര മേഖലാ സമ്മേളനം നടന്നു. PC ജോസഫ് സ്മാരക മന്ദിരത്തിൽ ചേർന്ന സമ്മേളനം യൂണിയൻ മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി KV സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുപുഷ്പം ജോണി അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, KS പ്രമോദ്, തുപ്പത്ത് കൃഷ്ണൻ, NP രമേശ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി NP രമേശ് സെക്രട്ടറി, ചെറുപുഷ്പം ജോണി പ്രസിഡന്റ്, PK അഖിൽ ട്രഷറർ എന്നിവർ അടങ്ങുന്ന 15-അംഗ മേഖലാ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. ചരമം കാണിപ്പയ്യൂർ വെള്ളത്തേരി പരമേശ്വരൻ മേനോൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി, കാണിപ്പയ്യൂർ INTUC യൂണിയൻ സെക്രട്ടറി, കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി, കാണിപ്പയ്യൂർ സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഉഷ ഭാര്യയും പ്രിയങ്ക, പ്രിയത, അഭിജിത്ത് എന്നിവർ മക്കളുമാണ്. കേച്ചേരി പട്ടിക്കര വാഴപ്പള്ളി ജോസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമന ഭാര്യയും സുമി, സൗമ്യ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കുറ്റിപ്പുറത്ത് സ്വകാര്യ ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിഞ്ഞ അപകടം. ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. 3 പേരുടെ നില അതീവ ഗുരുതരം. നാട്ടുകാർ അടച്ച കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കടവല്ലൂർ പഞ്ചായത്ത് ക്ലർക്ക് കുടുങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾക്കുള്ള K-സ്മാർട്ട് ആപ്ലിക്കേഷന്റെ സാങ്കേതിക പോരായ്മ മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയത് ക്ലർക്ക് PS സജിത്ത്. സംഭവത്തിൽ വിജിലൻസ് പരിശോധന നടത്തി.
ഡൽഹിയിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കാറുകൾ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കാസർഗോഡ് പള്ളിക്കര ബിലാൽ നഗറിൽ അറഫ വില്ലയിൽ 32 വയസ്സുള്ള മുഹമ്മദ് തൻസീർ. പുന്നൂർക്കുളം മണ്ടത്തോട് തങ്ങൾപടിയിൽ നാടോടി യുവതികളുടെ മോഷണം. വീടിന്റെ പുറകുവശത്തെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 3 ഫാനുകളും പുതിയ ഇലക്ട്രിക്കൽ സാധനങ്ങൾ, അലുമിനിയം ഡോർ എന്നിവ മോഷ്ടിച്ചു. പോലീസ് വിഷയം ഗൗരവമായി കാണുന്നില്ലെന്ന് ആക്ഷേപം. വാനരശല്യത്തിൽ ദുരിതം പേറി കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ട് വളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ. CCTV സ്പെഷ്യൽ സ്റ്റോറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.